ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തേങ്ങ ഇല്ലാതെ തന്നെ വെറും 3 മിനിറ്റ് കൊണ്ട് മോര് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 2 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം, ഇതിന് പ്രത്യേക കണക്കൊന്നുമില്ല. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് നല്ല ലൂസായിട്ടുള്ളൊരു പരുവമാണ്, അതുകൊണ്ട് ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള മോരാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇതിപ്പോൾ ഒന്ന് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ക്രീമി രൂപത്തിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് അടുപ്പിലോട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 2 ചെറിയ വെളുത്തുള്ളി, ഒരു 2 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ നമ്മുടെ വറ്റൽമുളക് എല്ലാം കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വാടി കിട്ടിയാൽ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മോരൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് പോകരുത്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മളിതിവിടെ ഇപ്പോൾ തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. വീട്ടിൽ കറണ്ടൊന്നുമില്ലാത്ത സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതുപോലെ മോര് കറി തയ്യാറാക്കിയെടുക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.